നല്ല പൊടിക്കാറ്റാണ് കേട്ടോ. റോഡിലിങ്ങനെ മണലിങ്ങനെ അമ്മാനാടിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് ഫുള്ളായിട്ട് മുന്നിൽ പോയിട്ട് ഒന്നും കാണാനില്ല, ഫുള്ള് പൊടിയാണ്. നല്ല തണുത്ത കാറ്റ് കേട്ടോ, അതാ രസം. ഇതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാറ്റിന്റെ. എക്സ്പ്രഷൻ ആഷിഖിനെ കാണാതെ അങ്ങ് വിളിച്ചോണ്ട് നടക്കാണ് കേട്ടോ. ആഷിഖേ ക്രൂക്കി ആ ക്രൂക്കി എനിക്ക് കാണാൻ കിട്ടണില്ല. പാർക്കലിന്റെ സീഡൊക്കെ ഒഴുകി പോകുന്നുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വ്ലോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഫുജേറയിലേക്കാണ് കേട്ടോ. ഫുജേറ ടു ഒമാൻ. ഒമാൻ വഴിയൊക്കെ ഒന്ന് പോയിട്ട് വരണം, നമുക്കൊരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒമാൻ ബോർഡറൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഷാർജ യൂണിവേഴ്സിറ്റിയാണ് ഇത്, ഈ കാണുന്നൊക്കെ. ഇതിനുള്ളിലാണ് പല യൂണിവേഴ്സിറ്റികളും ഉണ്ടാവും. മണിപ്പാല്, നമ്മളെ കുറേ യൂണിവേഴ്സിറ്റി, ഭാരതീയ യൂണിവേഴ്സിറ്റി, അധികം എല്ലാ യൂണിവേഴ്സിറ്റികളും പാർക്ക് കാര്യങ്ങൾ. നല്ല പൊടിക്കാറ്റാണ് കേട്ടോ. റോഡിലിങ്ങനെ മണലിങ്ങനെ അമ്മാനാടിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് ഫുള്ളായിട്ട് മുന്നിൽ പോയിട്ട് ഒന്നും കാണാനില്ല, ഫുള്ള് പൊടിയാണ്. ഇവിടെ ഇങ്ങനത്തെ ടൈമിലല്ലേ ആക്സിഡന്റ് വിടുക. ഒരെണ്ണത്ത് കൊണ്ട് ഇടിച്ചാൽ എല്ലാം വന്നിട്ട് ബാക്കിൽ ഇടിച്ചിടിച്ച് നേരായിട്ട് തന്നെ കിട്ടും. പല വട്ടം ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട്. മൂടൽ മഞ്ഞൊക്കെ ഉള്ളപ്പോൾ അവിടെ ആക്സിഡന്റ് കൂടുതലാണ്. സൗദിയിൽ നിന്നാണ്. സൗദിയിൽ നിന്ന് കണക്ട് ചെയ്ത് പിന്നെ എത്തിയാത്രയിലാണ് കേട്ടോ. അപ്പോൾ കാണുന്നത് അതിൻ്റെ പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയല്ല, രസത്തിൽ ഉണ്ടാക്കിയിട്ടല്ലേ. എന്നാ അതിൻ്റെ അത് പറയണ എൻ്റെ അബുദാബി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സംഭവം പണ്ടല്ല അവിടെ തന്നെ പോകേണ്ട അങ്ങനെ വിവരങ്ങളാണ് നമ്മൾ പറയുന്നത്. സൗദിയാണോ അബുദാബിയാണോ എന്ന് ഡൗട്ട് ഉണ്ട്. എന്നാലും ഇതാണ് റെയിൽവേ തന്നെയാണ്, പുതിയ പ്രൊജക്റ്റാണ്. ഈ റോട്ടിലാണ് നടക്കാൻ പോയിട്ട് ഞാൻ ഡെയിലി. കമ്പനി ഈ റൂട്ടിലുണ്ടാവും. ഇവിടെ റോഡ് സൈഡിന് ഈ ഇതിലൊക്കെ എടുത്തിരുന്നത് ഓർമ്മയില്ല. ഇവിടെ അങ്ങനെ ഇത് മൽക്കയമ് കാണാം. സ്ലോയില് പോന്നാലേ കാണാൻ ആ കാണാം ആൽക്കയാമിന്റെ ഓട്. ആൽക്കയം അക്രൈ കമ്പനി കണ്ടേ. ഇവിടെ ഒരു വർഷം ഞാൻ ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ബ്രാഞ്ചാണ്, ഒരു ബ്രാഞ്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു വർഷം. ഇവിടെ വൈഫൈ ഇവിടെ ആരും വരില്ല. കണ്ട ഇങ്ങനത്തെ ഏരിയല്ലേ, ചെക്കന്മാർ ആരും വരില്ല. എങ്ങനെയും ഒഴിയും ഇവിടേക്ക് വിടുക പറഞ്ഞാല്. ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം ഇങ്ങോട്ട് വന്നത്. കല്യാണം കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞ ശേഷം. ആ ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ കച്ചവടമായി പോകുന്നേക്ക്. ഈ ഏരിയയിൽ കാണുന്ന പ്രത്യേകതയാണ്, പല ഫ്രൂട്ട്സുകളും ഉണ്ടാവും. പിന്നെ കുറേ ഇങ്ങനത്തെ കുറേ ഐറ്റംസുകൾ ഉണ്ടാവും. പിന്നെ വീട്ടിലും അലങ്കാരത്തിലും ഐറ്റംസുകൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാവും. സ്വിറ്റ്സർലൻഡിന്റെ പ്രത്യേകത ഇതാണ് പഴയ കാലത്ത് ഒരു വന്നിറങ്ങിയതും പഴയ ഗൾഫൊക്കെ വരുന്ന രീതി ഫുള്ള് ഫുജേറയിലുണ്ട്.
ഏകദേശം ഒരു ടൂറിസ്റ്റ് ലെവലിലേക്ക് മാത്രം ആൾക്കാരാണ് പോകുന്നത്. മെയിനായിട്ട് എല്ലാവരും ദുബായ് ഇതിൽ തന്നെയാണ് താമസം കാര്യങ്ങളൊക്കെ. നമ്മുടെ നാട്ടിലത്തെ മാതിരി മറ്റേ കൊലയാറോ ഇന്നോ വന്നില്ല. സുൽത്താനാണ് പോലീസിനെ വിളിക്കുക പൊതുവെ. ലാൻഡ് ക്രൂയിസർ പ്രാഡോയാണ് ഇപ്പൊ ഇത് ഏറ്റവും കൂടുതൽ വണ്ടി ഉപയോഗിക്കുന്ന രണ്ടാമത്തെ രാജ്യം. അങ്ങനെ തൊട്ടാണ് ദുബായ് നല്ല വണ്ടികളും യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് അമേരിക്കയാണ്, ഈ സെക്കൻഡ് തേർഡ് വേറെ ആരെങ്കിലും ഉണ്ടോ ചെക്ക് അറിയില്ല. കേട്ടൊരു വണപ്പി പറയുന്നത് ഞാൻ അത് ഇട്ടിട്ട് പൊങ്കാലടിക്കാൻ പറ്റാണ്. വേസ്റ്റ് ബോക്സ് അല്ല പറയാൻ പറ്റേ, ഇവിടുത്തെ ചാരിറ്റിയുടെ ഇതാണ് കേട്ടാ. അങ്ങനത്തെ ബോക്സിലാണ് നമ്മളെ ഡ്രസ്സുകളൊക്കെ, പഴയ ഡ്രസ്സുകളൊക്കെ അതിൽ നമ്മൾ കൊണ്ടിട്ട് ഇടുക. അപ്പോൾ അതിനായിട്ട് ടീമുകളെ ഇവിടെ വെച്ചിട്ടുണ്ട്. അവർ വന്നിട്ട് കളക്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് വളരെ പാവപ്പെട്ട രാജ്യങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ ഒരു കയറ്റി അയക്കുന്നുണ്ട് ആ സാധനം. മലനിരകൾ പാറ പൊട്ടിച്ചുണ്ടാക്കിയ റോഡുകളാണ് അവിടെ. പിന്നെ ഫുജാറ റോട്ടിൽ മെയിനായിട്ട് ഇങ്ങനത്തെ കാഴ്ചകളുണ്ടാകും. ഇങ്ങനത്തെ മലകൾ, പൊട്ടിച്ച മലകളും പൊട്ടിക്കാത്ത മലകളും. കാരവനാണ് ഇപ്പോഴത്തെ ഒരു ടൈപ്പ് അറബികളൊക്കെ യൂസ് ചെയ്യുന്ന കാരവൻ. അറബികൾ മാത്രമല്ല എല്ലാവരും ആൾക്കാർക്ക് യൂസ് ചെയ്യാം. എല്ലാ ആൾക്കാരും വാടകയ്ക്ക് കൊടുക്കും. ഒരു ഫുൾ സെറ്റപ്പ് ഉണ്ടാവും. എല്ലാം കേട്ടോ. ഒരു റൂം എങ്ങനെ, ഒരു വീട് എങ്ങനെയാണോ ആയിട്ട് ചെറിയൊരു കിടക്കാൻ ബെഡുണ്ട്. ഈ നമ്മൾ പോണ വഴി മൊത്തം രണ്ട് സൈഡത്തിൽ പാറ പൊടിച്ചിട്ടാണ് ഇവിടെ റോഡ് ഉണ്ടാക്കിയത്. ഈ പിന്നുള്ള മൂന്നത്തെ ഭാഗങ്ങളുണ്ടല്ലോ, അത് ഓരോ മഴ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നാച്ചുറലി, അതായത് നമ്മളെ വർഷം കൂടുന്നവർക്ക് പൊടിഞ്ഞു വരികയാണ്. പിന്നെ ഇവിടെ നിന്നാണ് അധികം കോറികൾ, അതായത് നമുക്ക് ആവശ്യമുള്ള റോഡ് ബേസ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ദുബായിലേക്ക്, അതേമാതിരി ഷാർജ, ദുബായ് അങ്ങനത്തെ എല്ലാ സ്ഥലത്തേക്കും ഈ റോഡ് പണിക്ക് വേണ്ടിയിട്ടുള്ള പ്രഷർ കാര്യങ്ങൾ മൊത്തം ഫുജാറായി റാസൊക്കെ ഏരിയയിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. അതാണ് ഇവിടെ നമ്മൾ ഈ മലകളൊക്കെ ഇടിച്ചിട്ട് ഇവിടെയാണ് കൂടുതൽ മലകളും കാര്യങ്ങളും ഉള്ളത്. ദുബായിലെ കുറിച്ച് അതുപ്പ് നിലമാതിരി നിൽക്കുന്ന ഏരിയയാണ് ഇപ്പോൾ ഈ ഫുജാറ, റാസൽ ഖൈമ, അതേമാതിരി അബുദാബി പോയി കഴിഞ്ഞാൽ അല്ലൈന ഏരിയയിൽ ഷെയ്ഖുമാരൊക്കെ ഇറങ്ങണം അവിടെ. ഈ പേഴ്സണൽ ഉണ്ടല്ലോ, ചെറിയ ചെറിയ ഫ്ലൈറ്റുകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. മേ ബി ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് വരാനുള്ള നിയമം നടത്തുന്നുണ്ട്, അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഉപകാരം. നമുക്കല്ലല്ലോ, ഇവിടെ ഉള്ള ആൾക്കാർ ഷാർജയ്ക്ക് വരണ്ടേ. ആഴ്ച എയർപോർട്ടിൽ റാസൽ ഖൈമയ്ക്ക് ആഴ്ചയിൽ ഒന്നാണ്. തൃശ്ശൂരിൽ എയർപോർട്ട് ഉണ്ടാക്കാൻ പറയുന്നത് നമുക്ക് അത് ഉപകാരമായിരുന്നു. ഇവിടുത്തെ കാറ്റിന്റെ കോലം ഇപ്പൊ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല പൊടിക്കാറ്റാണ്, നല്ല പൊടിക്കാറ്റാണ് കേട്ടോ. എന്തൊക്കെ ഇനി ബീച്ചിന്റെ അവിടെ നിന്ന് കണ്ടറിയണം. ഇതൊക്കെ മൊത്തം ബീച്ച് ഏരിയ ആണ് ഫുള്ള്. അവിടെ നടക്കണ്ടല്ലേ, കൊള്ളാം. നല്ല വെയിലത്ത് നടക്കാം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫുജാറ ബീച്ചിലേക്കാണ്. നമ്മുടെ കൂടെ ഉള്ള ഫാദുഷും ആഷിഖാണ്. നമ്മൾ ഇന്നലെ ഡിസേർട്ട് സഫാരി പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ മുത്തുവിൻ്റെ കൂടെ ഇന്ന് നമ്മളെ ആഷിഖാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. ആഷിഖ് ഹായ് കൊടുക്ക്. ആഷിഖ് നമ്മുടെ കൂടെ വേറെ വീഡിയോസിലുണ്ടായിരുന്നു, അതിന് നമ്മൾ തുടർന്ന് കാണും. അത് ഇവിടെ ലീവാണ്. ഇവിടെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഷാർജത്ത് നിയമപ്രകാരം 3 ദിവസം വെള്ളി, ശനി, ഞായർ ഇവിടെ ഫുൾ ലീവാണ്. അതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവായിരിക്കും. എല്ലാവരും ഈവനിങ് ആണ് എല്ലാവരും ഇവിടെ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഏകദേശം ടൈം ഉച്ച ഒരു 11 മണി 12 മണി ആ ടൈമിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കാണാം. ക്ലൈമറ്റ് മോശമുണ്ട്. ക്ലൈമറ്റ് നല്ല കാറ്റാണ്, നല്ല തണുപ്പ്, നല്ല പൊടിക്കാറ്റ്, നല്ല കാറ്റ്. ഇന്നലെ തൊട്ട് അങ്ങനെയാണ് ഇവിടുത്തെ സീന്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ ആഷിക്ക് കണ്ണാടൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. ആഷിക്ക് കണ്ണാട ഇട്ട പിന്നെ വേറെ ലെവലാണ് എന്നല്ല വേങ്ങര അങ്ങാടി മൊത്തം പറയാ. വേങ്ങര അങ്ങാടിയുടെ എന്താ എന്ത് പറയാ, മാണിക്കക്കല്ല്. അവൻ തന്നെ പറയുന്നുണ്ട് മാണിക്കക്കല്ല്. അങ്ങനെ ഇതൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഈവനിങ്ങിലാണ് ആൾക്കാരുണ്ടാവുള്ളൂ. ഇതിപ്പോൾ നട്ടുച്ചക്കാണ് നമ്മൾ ബീച്ച് കാണാൻ വന്നിട്ട്. കാരണം നമുക്ക് നിവർത്തിയില്ല, വൈകുന്നേരത്തിന് വേണ്ടിയിട്ട് നമുക്ക് നിൽക്കാൻ ടൈമില്ല, പലർക്കും എത്താനുള്ളതല്ലേ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കുക, പോകാം.
മണ്ണൊക്കെ നല്ല ഉറച്ച മണ്ണാട്ടോ, മണല് ടൈപ്പൊന്നുമല്ല, നല്ല ഉറപ്പുള്ള മണ്ണ് പോലെയാണ്. സാധാരണ നമ്മുടെ മണലിൽ കൂടെ കിടക്കുമ്പോൾ ഒരു കാലിങ്ങനെ താന്നിട്ടല്ലേ പോവുക. ചിലപ്പോൾ കാറ്റടിച്ച് ഇവിടുത്തെ കൊണ്ടുണ്ടാവും. നല്ല അടിപൊളി കളറാണ് കേട്ടോ വെള്ളം. വെള്ളമല്ല, കടലിൻ്റെ കളർ. ഞങ്ങൾ കുളിക്കാനൊക്കെ പ്ലാൻ ചെയ്ത് വന്നതായിരുന്നു. ഇപ്പം ഒന്ന് വേണ്ട വെച്ചിട്ടുണ്ട് ഇവിടുത്തെ കാലാവസ്ഥ കണക്കാക്കിയിട്ട്. നോക്കിയോട്ടെ, ഇനി വേറെ സ്ഥലത്ത് പോവാണ്ട്. അത് ആ ബീച്ചിൻ്റെ പേരെന്താണ്? കൊർഫുഖാൻ, അംബർല ബീച്ച്. അംബർല ബീച്ച്, അംബർല ബീച്ച്, കൊർഫുഖാൻ ബീച്ച്. ആ അങ്ങനെ 2 പേരുണ്ട്. വേറെ ബീച്ചുകളാ? ഓക്കെ. വെള്ളം നോക്കി നോക്കൂ, നല്ല അടിപൊളി കളറാണ്. ക്യാമറ കാണുമ്പോൾ കറക്റ്റായിട്ട് അതിന് ഇത് കിട്ടണില്ല, എന്നാലും നല്ല ഉള്ളൊക്കെ കാണാണ്ട്. എന്താ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്താണ് സംഭവം. എന്താണ് ഉണ്ടായിന്ന് അറിയില്ല. വൺ സ്മാർ ആഷിഖിന്റെ പോയപ്പോൾ ആഷിഖിന് കറക്റ്റായിട്ട് കാണിച്ചു തരുന്ന പറഞ്ഞിരുന്നത്. ഇല്ല വീഡിയോ എടുക്കാൻ പാടില്ല, അതൊക്കെ പറഞ്ഞിട്ട് വേണ്ട എടുക്കാന്നാണ് പറയുന്നത്. കമോൺ ആഷിഖ്, ഓടിവാ മാം ആയോ, അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ. പിന്നെ ആഷിഖ് അയ്യോ, ആഷിഖിൻ്റെ കയ്യിൽ ഇനിയും കുറെ ഐഡിയകൾ ഉണ്ടെന്നാണ് പറയണത്. അത് തുടർന്ന് കാണിച്ചു തരാന്നൊക്കെ പറയുന്നുണ്ട്. എവിടെത്തി അപ്പം നമ്മളിതാ അംബർല ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. അത് അംബർല ബീച്ചാണ്. അവിടുന്ന് കുറച്ചൊന്നും ഇങ്ങോട്ട് വന്നാൽ കിട്ടുന്ന ഒരു ബീച്ചാണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ആൾക്കാരൊന്നുമില്ല, നട്ടുച്ചല്ലേ. ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓരോ ഐറ്റംസുകൾ. അങ്ങനെ 2 ബീച്ചാണ് ഈ ഭാഗത്തുള്ളത്. ഫാദർഷി കുറേ നേരം ഇതിൻ്റെ മേലെ തീർപ്പിടിക്കുന്നത്. എന്തോ ഒരു ബാർകോഡ് വെച്ചിട്ടുള്ള പരിപാടിയാണ്. ബാർകോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് ഇതായിട്ട് ഇങ്ങനെ ഇവിടെ കറങ്ങി കിടക്കാം. അങ്ങനത്തെ കുറേ ആക്ടിവിറ്റികളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ എന്താ അതിൻ്റെ മേലെ കൂടെ കാറ്റ് രക്ഷയില്ല, നല്ല കാറ്റാണ്. തീരുമാനായാ വരി അത് പൊളിച്ചടക്കുങ്ങള്. ഇവിടുന്നാണ് നമ്മളെ ദുബായിലേക്കും ഇവിടേക്ക് പെട്രോളിയം കാര്യങ്ങളൊക്കെ വരുന്നത്, ഷാർജയിലേക്കൊക്കെ. ഇവിടുന്ന് പോലെ റിഫൈൻ ചെയ്തിട്ട് പെട്രോളും കാര്യങ്ങളും അടിയിൽ തുരങ്കം വഴി നമുക്ക് അവിടെ കൂടെ ഒക്കെ പൈപ്പ് ഇട്ടിട്ട് മൊത്തം തന്നെ കേട്ടോ ഈ ഏരിയ ഫുള്ള്. നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുജേറ, UAE-ന്റെ പാർട്ടായ ഫുജേറയിലാണുള്ളത്. നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പാലുണ്ട്, ബ്രിഡ്ജ്. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒമാൻ്റെ സിഗ്നലി ഒമാൻ്റെ ഏരിയ എത്തി. പക്ഷെ ഇവിടേക്ക് കയറാൻ വിസ കാര്യങ്ങളൊന്നും വേണ്ട. ഇവിടുത്തെ ആൾക്കാരെ നമ്മളെ സാധനങ്ങൾ വാങ്ങുന്ന സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ളത് ഈ ഫുജേറ ഏരിയ തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ബോർഡർ മാത്രമേ ഉള്ളൂ, അതായത് ഒമാൻ്റെ ഏരിയ എന്നുള്ളൂ. ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒമാൻ്റെ സലാല, മസ്കറ്റ് അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും എത്തൂല. അവർക്ക് എല്ലാ വഴികളും മൊത്തം ഈ നമ്മൾ പോണ റൂട്ട് തന്നെയാണ്. ഒന്നുമില്ല, ബോർഡർ ചെക്കിങ്ങും കാര്യങ്ങളും ഇല്ലില്ല. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊരു വേറെ എങ്ങോട്ടേക്ക് പോകാൻ പറ്റൂല. ഇതൊരു ജസ്റ്റ് ഒരു എൻഡ് ആയിരുന്നു. ഈ ബ്രിഡ്ജാണ് നമ്മളെ പാർട്ടി ഇത് ഫുജേറയും നമ്മളെ UAE-ന്റെ ബോർഡറും ഒമാന്റെ ബോർഡറും പാർട്ടി
ബോർഡറാണ് ഈ ബ്രിഡ്ജ്. അങ്ങനെ മക്കളെ നമ്മൾ ഒമാനിലെത്തി. ഇപ്പൊ നമ്മൾ കയറി ഒമാന്റെ ബോർഡർ കയറി. നമ്മൾ ഒമാൻ ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫോണിലൊക്കെ നമ്മളെ റേഞ്ച് കട്ടായി ഒമാന്റെ സിഗ്നൽ വരും. ഒമാന്റെ അങ്ങ് സുമിതോ ഒമാന്റെ രാജാവാണ് ആ കാണുന്നത്. സുൽത്താൻ ഓഫ് ഒമാൻ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത്. നമ്മള് ഉള്ളേരിയ കൂടെയാണ് പോകുന്നത്. പച്ചപ്പ് എന്തൊക്കെ നിറഞ്ഞ് എന്തൊക്കെ ഫുൾ ഫാമുകളാണ് ചുറ്റുവട്ടത്തും. അത് ലോക്കലിന്റെ ഒക്കെ ലോക്കല് റോമിങ് ആയിട്ടാണ്. ആഷിക്ക് നാട്ടിലെത്തിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അവിടെ നിന്ന് ഇവിടെ നിന്നിട്ടൊക്കെ ഫോട്ടോ എടുത്തിട്ട് നാട്ടിലത്തെ നാച്ചുറലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലാണ്. പക്ക ഓഫ് റോഡിൽ കൂടെയാണ് ഇപ്പം നമ്മൾ പോണത്. പക്ഷേ സേഫാണ് കേട്ടോ, വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. ഇവിടെ രണ്ട് സൈഡിലും ഒമാനികൾ അതേമാതിരി നടത്തുന്ന ഫാമുകളാണ്. പ്രൈവറ്റ് ഏരിയ ആണ് ഇത് മൊത്തം. പക്ഷെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇവിടുത്തെ സാധനങ്ങളും കാര്യങ്ങളൊന്നും പറിക്കാഞ്ഞാൽ മതി. അതിൽ മാങ്ങ, നാരങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ അനുവാദം ഇല്ലാതെ കർമൂസൊക്കെ അതാ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഓമക്കായ എന്ന് പറയും, ചില ആൾക്കാർ പപ്പായ എന്ന് പറയും. ചില പപ്പായ എന്ന് ഇംഗ്ലീഷുകാരെ പറയുള്ളൂ. അതെ അതായിക്കോട്ടെ. നിങ്ങൾക്ക് എന്താ പറയാ കാലിക്കറ്റക്ക്? നമ്മള് കർമൂസ. കർമ്മത്തി അല്ലേ? കർമ്മത്തി അല്ലേ? അറിയില്ല, കർമൂസ. അല്ല ഇവിടെ ഭയങ്കര ചെറുനാരങ്ങന്റെ സീസണാണ്. എല്ലാ മരത്തുമ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ചെറുനാരങ്ങാണ് കൂടുതലാണ്. മാങ്ങന്റെ സീസൺ കഴിഞ്ഞുകൊണ്ട് മാങ്ങില്ല. അത് പക്ഷെ അടക്കം കുറെ തള്ളുന്നുണ്ട് കേട്ടോ കൂട്ടത്തില്. എന്ത് കാണാനാണ് പോണ്? അത് വലിയൊരു ആൽമരം ഉണ്ട്. നമ്മൾ ആൽത്തറ ആൽമരം എന്നൊക്കെ പറയും. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ മെയിൻ ഒരു ആകർഷണമാണ്. അപ്പൊ ഒമാനിന്റെ ഗ്രാമപ്രദേശത്തൂടെയാണ് നമ്മുടെ സഞ്ചാരം. ഒരു പഴല്ല, തെങ്ങ് ഇതാത്മാരോ സ്ഥലത്തി. ഇനി ഇവിടെ പാർക്ക് ചെയ്താൽ നമ്മുടെ സ്ഥലം തന്നെ. അവിടെ ചൊളി, അവിടെ ചൊളി. പാദുഷത ആട്ടം തുടങ്ങി. മറന്നോളൂ. അങ്ങനെ ഇതാണ് ഒരു ആൽമരം ഉണ്ട് കേട്ടോ അവിടെ. ഇതാണ് ഇവിടുത്തെ മെയിൻ കാഴ്ച. അതായത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഒന്ന് പോകുക എന്നാണ് മെയിൻ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. നല്ലൊരു അടിപൊളി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന ആൽമരം. പാദുഷ ആൽമര പറഞ്ഞിട്ട് വേറൊരു മരമാണ് കൊണ്ട് കാണിച്ചാൽ നിൽക്കുന്നത്. ഇത് ആൽമരല്ല. പക്ഷേ ഇല നോക്കൂ. ആലും ഈ ആല് എന്ന് പറയുന്ന ആൽമരം പറഞ്ഞ സാധനമുണ്ട്. അത് ആഷിക്ക് കയ്യെത്താൻ ദൂരത്ത്. നല്ല പിടിക്കണ കേട്ടാ. അപ്പോ ഇത് ഒരു തരം വള്ളി ചാടിയതാണ്. പക്ഷെ ആൽമരല്ല. ആൽമരത്തിന്റെ ഇലൊന്നും ഇതുമ്പോ കാണുന്നില്ല. കറക്റ്റായിട്ട് പിടിക്കണ കേട്ടാ. ഞാൻ എന്നെ കൊണ്ടാൻ പെട്ടെന്ന് നടക്കില്ല. അതുകൊണ്ടാണ് പേടിയാണ്. അപ്പോ ഇത് ആൽമരല്ല, വേറെന്തോ ഒരു മരമാണ്. കാരണം ഇതിന്റെ വള്ളി ഒരു ഏരിയയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവർ എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. എന്തായാലും നല്ലൊരു ഉള്ളേരിയയിലേക്കാണ് വന്നത്. അങ്ങനെ ദുബായ് വന്നാൽ കാണാൻ കിട്ടില്ല. പിന്നെ ഫുജിയാറൊക്കെ എന്തൊക്കെയൊക്കെ വരണം. അവിടെ ആഷിക്ക് ഇപ്പോഴും അതിൻ്റെ പരിപാടിയിലാണ്. എക്സ്പ്രഷൻ അതാ ഫാദുഷിൻ്റെ ഭയാനകമായ സാഹസികമായ ഷിഫ്ന വീണ്ടും രംഗത്തേക്ക്. വേദിയിലേക്ക് ഷിഫ്നയുടെ കടന്നുവരവ്. ജഡ്ജസ് പ്ലീസ് നോട്ട്. ഇതിനെ പിടിച്ചോ, ഇത് രണ്ടോ ഒരു ഭാഗത്ത് ഇത് പിടിച്ചോ. അതിന്റെ മുകളിൽ പിടി. അതിന്റെ രണ്ടും കൂടി ഒരുമിച്ച് വിടാം. അവ ലോക്ക് കിട്ടി. ഇത് രണ്ടും ഒരുമിച്ച് വിടി. ഒരു മുകളിൽ വിടുക. ഓക്കെ, രണ്ടും പിളർന്നു വരുമോ? ഇല്ല അതല്ല.
ഞാൻ വീണില്ലേ ഞാൻ ചാടിയില്ലേ ആ പോട്ടെ കമോൺ ലെറ്റ്സ് ഗോ എന്ത് സംഭവിക്കും ആ പോട്ടെ ഇല്ല ഇല്ല ചാടിക്കോ ആ അതല്ലേ ആ ഇവിടെ ഫാദുഷൊക്കെ വന്നിട്ട് ചിക്കൻ ചൂടാറുണ്ട് എന്നാ പറയുന്നത് കേട്ടോ. അതിനൊക്കെ പറ്റിയ ഏരിയകളുണ്ട്. ഇത് ഫുള്ള് പല പല തോട്ടമാണ്. നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇവിടെ കാണുന്നത്. ആ അറബികളെ മജ്ലിസാണ്. അവർ ജസ്റ്റ് സൊറ പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സ്ഥലമാണ്. പ്രാവിനൊക്കെ നമ്മളാണ്ട് ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്നില്ല. ചിലപ്പോൾ പ്രശ്നമുണ്ടാകും. ഫുൾ ക്യാമറ ക്യാമറ സെക്യൂരിറ്റി എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടൊക്കെ തന്നെ കേട്ടാ ഏകദേശം ഒമാൻ്റെ ഒരു ഗ്രാമപ്രദേശം അങ്ങനെ ഉണ്ടെന്ന് ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ മീനൊന്നും വളർത്തുന്നില്ല. അവർ കൃഷിക്ക് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് തോന്നുന്നു. ഉള്ളതുകൊണ്ട് മലയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒറ്റക്കൊന്നും അല്ലട്ടോ. അവിടെ കുറേ മലയാളീസ് എത്തിയിട്ടുണ്ട്. പട്ടാമ്പിയും പിന്നെ പല സ്ഥലത്തു നിന്ന് ഇട്ടുണ്ട് കേട്ടോ. ഒക്കെ ഇവരിപ്പോണ്ട് വന്നിട്ട് എൻട്രി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവരെന്ത് പറയുന്നത് ആൽമാരാണെന്ന് പറയുന്നുണ്ട്. ചെറിയ വ്ളോഗിൻ്റെ പരിപാടി ഉണ്ട്. ഇവിടെ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞങ്ങളുടെ അത് ദുബൈയിലാണ്. അത് ശരി. നമ്മള് ഫുജേറല്ലേ? ഞങ്ങളിപ്പോ മലേഷ്യയിലാണ്. ഞങ്ങള് ഓനെ വ്ളോഗൊന്നൊക്കെ എടുക്കാൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു 10 ദിവസത്തിന് ഇറങ്ങിയതാ. അത് ശരി. ആ അത് ശരി. നമ്മളെ മലയാളീസ് എത്താത്ത സ്ഥലങ്ങളില്ലാന്ന് ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ. എല്ലാവരും എത്തും. ഇതിൻ്റെ ഉള്ളിലത്തുള്ള റോഡൊക്കെ ഇങ്ങനെ കണ്ടതാണ്. നമ്മൾ എന്ത് പ്രത്യേകത ഉണ്ടെങ്കിലും അവിടെ പോയിട്ട് കാണാം. ഭാവിയിൽ ഇതൊക്കെ ഇനി എന്തൊക്കെയാ ഒരു ഡെവലപ്മെന്റ്. നല്ല കാറ്റാണ് കേട്ടോ. പുറത്ത് നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും. നല്ല കാറ്റാണ്. നിങ്ങളുടെ പേരെങ്ങനെ? അബ്ദുൽ ജലീൽ അല്ലേ? വീട് പട്ടാമ്പി. എവിടെയാണ്? പട്ടാമ്പി. ഞാൻ കൂറ്റനാട് തന്നെയാണ്. അതെ, നമ്മള് നേരത്തെ ഇപ്പൊ കണ്ട് നമ്മളെ മുത്തുകളാണ് ഇപ്പൊ നമ്മളെ ഒരു വേറൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട് ഇവിടെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. ഷീഷ് പാർക്ക് അതെ. അപ്പോ അവരിവിടെ കാറ്ററിംഗ് ഇതൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോ നമുക്ക് അതൊന്ന് പിന്നെ അവര് വഴി കാണിച്ചാൽ അറിഞ്ഞിട്ട് നമ്മളവര് പിന്നാലെ പോവാണ് കേട്ടോ. വേറെ കുറച്ച് കാര്യങ്ങൾ അവര് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും ഒമാൻ ബോർഡർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പറഞ്ഞുതരാം. ഇവരിപ്പോ ഞമ്മക്ക് വേണ്ടി മാത്രമാണ് ഇട്ടപ്പോ വരുന്നത്. ഇവിടെ സിമ്മിന്റെ പേരാണ് കേട്ടോ, ഒറേഡോ. നമ്മളെ മൊബൈലൊക്കെ അതാ വന്നിക്കുന്നത്, ഒറേഡോ പറഞ്ഞിട്ട്. ഇവരിപ്പോ പരിചയപ്പെട്ട് എന്തായാലും വളരെ ഉപകാരമായിട്ടോ സത്യം പറഞ്ഞാല്. നമ്മൾ അറിയാത്തൊരു ഫാദുഷ് അവരോടും കുറെ സ്ഥലങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരിങ്ങോട്ടും സ്ഥലങ്ങൾ ഷെയർ ചെയ്ത്. അപ്പൊ അതിലത്തെ ഒരു സ്ഥലത്താണ് ഇപ്പൊ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത്. അവര് ഇപ്പം നേരത്തെ കണ്ട മലകളുടെ ഇടയിൽ കൂടെ നമ്മൾ കൊണ്ടുപോകണം. മലകൾ വളരെ അടുത്തായി. അതെ, ഫാദുഷിനെ അങ്ങനെ ഓരോന്നോരോന്ന് കിട്ടിക്കുമ്പോ ടൂറിസം തുടങ്ങുക. നല്ല സ്കോപ്പ് ഉണ്ട്. വണ്ടി ഞങ്ങളുണ്ട്. ആളെ ഞാൻ കിട്ടി വണ്ടി ഒപ്പിച്ചാൽ. ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച്. ഈ റൈറ്റ് റോഡില്ലേ ഇത് കണ്ടല്ലേ? ആ UAE ഒമാൻ ബോർഡർ എല്ലാം കാണിക്കണേ. ഓക്കെ അത് ശരി. ഓക്കെ ശരി. അപ്പൊ അവര് വേറെ വഴിക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കറക്റ്റ് ഇതിന് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ പോകണ്ടെന്നുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ പോവാം. എന്തായാലും വലിയ ഹെൽപ്പ് തന്നെ അവര് ചെയ്ത്. ഇപ്പോ നമുക്ക് വേണ്ടിയിട്ടാണ് അവര് നീണ്ടു വന്നത്. അവർക്ക് ഇനി ഇവിടെ വേറെ എന്തോ ഇതിലേക്ക് പെട്ടെന്ന് പോകുന്നത് പറഞ്ഞിട്ടാണ് അവരിപ്പോ എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ തിരിയാം. കച്ച റോഡ് എന്നല്ലേ പറഞ്ഞ് പണി റോഡോ? നമ്മളെ വണ്ടി കൂടി പോവാൻ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് പോവാം.
ബോർഡറല്ലേ നമ്മള്. ഈ വണ്ടി നാല് തട്ടൊക്കെ അടിപൊളി. ഇനി കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം. സംഭവം എന്താ വെച്ചാല് അവരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ കേട്ടാ, അതായത് ഇവിടെ ഒമാൻ ബോർഡർ കടന്നിട്ട് ഇൻ കേസ് വല്ല ആക്സിഡന്റ് എന്തെങ്കിലും നടന്നാല് വണ്ടി അവര് കൊണ്ടുപോകത്തില്ല, മസ്കറ്റിക്ക് കൊണ്ടുപോകത്തില്ല വണ്ടി. കാരണം പിന്നെ ആ വണ്ടി തിരിച്ചു കിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം നമ്മൾ ഇവിടുത്തെ ഇൻഷുറൻസ് എടുക്കണതില്ല ഒമാനിക്ക് വന്നാൽ. ഇത് ഒമാൻ ഇതിലല്ലേ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ആ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഇതുള്ളത്. അതിപ്പോ അവരേക്കെന്ന് കേട്ടപ്പോ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അവർ ഒന്ന് പേടിച്ചു. കാരണം വണ്ടി നമ്മളെ സ്വന്തം വണ്ടിയല്ല. അപ്പൊ പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരോട് നമ്മൾ സമാധാനം പറയണം. അപ്പോൾ അതിലായിട്ട് പേടിയാണ്. അതോടാണ് ഞങ്ങൾ അപ്പോൾ കാര്യങ്ങൾ പറയാഞ്ഞത്. പേടിച്ചിട്ട് വേഗം ഒന്നും ഇങ്ങോട്ട് കടന്നാൽ മതി എന്നൊരു ചിന്തയിലാണ് ഇപ്പോൾ വേഗം വന്നത്. അപ്പോൾ എന്തായാലും അതെന്തല്ല സംഭവം നമ്മൾ UAE-ലെത്തി. പിന്നെ ഒരു കാര്യം പറഞ്ഞില്ലേ, മരിച്ചാല് ഇൻ കേസ് ഇവിടെ വന്ന് നമ്മളെ മരണം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക വെച്ചാലും ഇവിടുത്തെ ഒമാനത്തെ പോലീസ് വന്നിട്ട് ദുബായ് ഇതിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പോൾ അത്ര ടൈം നമ്മളിവിടെ അങ്ങനെ കിടക്കേണ്ടി വരും. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ആ റിസ്ക് ഏറ്റെടുത്തിട്ട് വേണം വരാൻ. ഇപ്പോൾ ഞങ്ങൾ ഇത് ചെയ്യുന്നില്ല കേട്ടോ. കയറി പോയി മുകളിൽ സ്ഥലമുണ്ട്. ഇതിനൊക്കെ വെള്ളം ഒലിച്ച് വരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അതാണ് പോകാൻ പറഞ്ഞത്. മഴ ചെയ്തപ്പോൾ മഴ പെയ്ത ആകെ പ്രശ്നം തന്നെ കിട്ടിയാണ്. കച്ചാറോടാണ്. ഇവിടെ ഒരു പയ്യൻ ദുബായിൽ നിന്ന് പ്രൈഡായിട്ട് പുതിയ പ്രൈഡ് ചെയ്യുന്നത്രേ. അവ അതിന്റെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് വന്നിട്ട് പെട്ടെന്ന് വെള്ളം ഒലിച്ചു വന്നതല്ലേ. ഒലിച്ചു വന്നപ്പോൾ ഒപ്പുള്ള പിള്ളേരൊക്കെ വേഗം ഇറങ്ങിയിട്ട് പോയി. പക്ഷെ ആ പയ്യൻ പുതിയ പ്രൈഡ് ഒഴുകി പോകുന്നതാണെങ്കിലും ആ അതിലെന്നെ ഇരുന്നത്. പയ്യൻ മരിച്ചു. വണ്ടി ഒടുക്കിനെ ഒഴുകിപ്പോയി. എന്നിട്ട് ഇതേപോലെ ഇവിടുത്തെ റൂൾസൊക്കെ വന്ന പ്രകാരം ഒമാൻ ഇതിന് അത് ഒന്നാം ബോർഡിനുണ്ടോ അല്ലേ പയ്യൻ മരിച്ചത്? അതന്നെ മലയാളിയാ മലയാളി തന്നെ. ആ മലയാളി. മലയാളി പയ്യനെ എത്തണേ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. മഴയുള്ള ടൈമിലൊന്നും അല്ലാണ്ട് വരരുത്. പിന്നെ അങ്ങനത്തെ ഒരു സമയമല്ലാത്തോണ്ടാണ് ഞങ്ങള് മാറ്റി പറഞ്ഞ മൊബൈലൊക്കെ പറന്ന് പോണ ലെവലെടുക്കണം. പെട്ടെന്നൊരു വരവാറുണ്ട്. ഷിഫിനൊക്കെ നിൽക്കണ് കാറ്റുകൊണ്ട്. നല്ല തണുത്ത കാറ്റുണ്ടോ, അതാ രസം. ഇതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാറ്റിന്റെ. ഒരു വഴിക്കതാ പോണേ, അത്രയും കാറ്റാണ്. അടിയൊക്കെ വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളാണ്. നല്ല ആഴുണ്ട്. ഞങ്ങൾ വല്ലാണ്ട് റിസ്ക് എടുത്തിട്ട് വലിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇതുപോലത്തെ ഒരു ചൂടിന്റെ ഒരു അവസ്ഥ വരുമ്പോൾ എന്തൊന്നും നല്ല അവസ്ഥ. അത് വേറെ കാര്യം. അതിൻ്റെ അടക്കം ഗുഹ ഉണ്ട്. വല്ല പുലികൾ ഉണ്ടാണ് അറിയില്ല. ഒരു ഗുഹൊക്കെ ഉണ്ട് അവിടെ. നമ്മളിതൊരു ഗുഹ കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ് കേട്ടാ. ഇവിടെ മൊത്തം അവിടെ ഒക്കെ നോക്കുമ്പോൾ അതൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ മലയാളീസിന് പരിപാടിയാണ്. മലയാളീസ് അവിടെ പോയാലും സംഭവം അല്ലേ. ആ കളിക്കുടുക്കാൻ തന്നെയാണ് ഇരിക്കുന്നുണ്ട്. വണ്ടികളൊക്കെ അധികം പോകുന്നുണ്ട്. അതൊക്കെ ടൂറിസ്റ്റ് ആണെന്നൊക്കെയാണ് സംഭവം തോന്നുന്നു. ഇതെങ്ങനെ സംഭവം വെള്ളം കൊണ്ടായത് തന്നെയാണ് തോന്നുന്നുണ്ട്. നല്ലൊരു ഗുഹ. മഴയൊക്കെ പെയ്താൽ കയറിക്കാൻ പറ്റിയ സ്ഥലമാണ്.
പാദുഷ എടുക്ക. ഇത് റോഡ് പറഞ്ഞ ഇവിടെ വ്യവസായിക്കും ചെയ്തേ. ഇത് അവിടുന്ന് കുറെ വണ്ടിയുടെ തന്നെ സുഖം പറഞ്ഞ അവിടത്തില്ല. നിർത്തി തരും വിട്ടോളി. നിർത്തി തരും. പക്ഷെ ഇവിടെ ലൈറ്റ് കയറി പോയി ലൈറ്റ് എടുത്താലോ? ഫ്യൂച്ചറിൽ വരുമ്പോ ഒന്നും ഉണ്ടാവില്ല വിചാരിച്ച കേട്ടാ. അങ്ങനെ ചെറിയ ചെറിയ കാഴ്ചകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും അറിയാത്ത കാഴ്ചകളാണ്. നേരിട്ട് കാണുമ്പോൾ സെറ്റ് കേട്ടോ. ഈ ഭാഗത്ത് കൂടെ അടുപ്പിക്കുന്ന ആ ഭാഗത്തേക്ക് അടുപ്പിക്ക്. അതിപ്പോ വീണിച്ചാൽ ഒറ്റയടിക്ക് നിലത്ത് വീഴൊന്നുമില്ല. വീണൊരു ഉരുള് പോകാണ്ട് ആ ഉരുളെല്ലാം ചിലപ്പോ നമ്മളെ തലയേക്കാൻ അവിടെ നിർത്തുക. അവിടെ സീറ്റ് ബെൽറ്റ് അതുവരെ സാധനം മാറ്റാൻ കഴിയില്ല. അല്ല ഇൻഷുറൻസ് കിട്ടുമ്പോ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല പറഞ്ഞിട്ട് വീട്ടിലേക്കൊന്നും കിട്ടില്ല. അതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ടാന്ന്. വലിച്ചോട്ട് കടിപ്പിച്ചു പോണു. എനിക്ക് കാണാൻ കിട്ടണില്ല. പാർക്കലിന്റെ സീടൊക്കെ ഒഴുകി ഒഴുകി പോകുന്നുണ്ട്. കാറ്റൊന്നും ഇപ്പൊ വീശാൻ നന്നായി. ഇപ്പോഴും പ്രൈവറ്റ് ടൂറിസ്റ്റ് റോഡ് ഇതാവും. നമ്മള് ടൂറിസ്റ്റ് തന്നെയാണല്ലേ. പാലസാണ്. വഴി മാറി നോക്കട്ടെ. നമ്മള് ഇത് കടന്നുള്ളിലേക്ക് എത്തി. പോയിക്ക മക്കളെ. എന്താ കയ്യൊക്കെ കാണിക്കണ്ട. കുട്ടി അമ്മ വിചാരിച്ച് നമ്മളെ കൈ കെട്ടി എന്തെങ്കിലും ചോദിക്കാനാണിത്. കുട്ടി കയ്യിൽ വെച്ച് കിടന്ന് ഉറങ്ങിയത്. കുട്ടി കൈ വെച്ച് കിടന്ന് ഉറങ്ങിയത്. നേരെ പോയിട്ട് വലത്തോട്ട് അങ്ങനെ നമ്മൾ റോട്ടിലേക്ക് എത്തി. എന്നിട്ട് അതൊക്കെ ഒരു വഴിയരികിൽ ഞങ്ങൾ നിർത്തിയിട്ട് കയറി പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടാ. എന്താ സവാര പൂച്ച കയറി പോകണൊക്കെ. പൂച്ച അടിപൊളിയായിട്ട് കയറി പോകണം കേട്ടോ. പൂച്ചതാ മേലക്ക് എത്തിയിരിക്കണോ. പൂച്ച സംഭവമാണ്. പൂച്ച കയറി പോലെ കയറായിരുന്നു. അത് കയറി പോണേ. ആഹാ ഉഷാറാ. ഞങ്ങളിതാ ബുദ്ധിനെ കയറണം. ആഷിയൊക്കെ മേലെ എവിടെ കയറി പോയിരുന്നു. ആഷിനെ കാണാനും ഇല്ല. ആഷിക്കിനെ കാണാതെ അങ്ങ് വിളിച്ചോണ്ട് നടക്കാണ് കേട്ടോ. ഇവിടെ പള്ളി എന്തൊക്കെ ഉണ്ട്. നോക്കി ഇറങ്ങിക്കോ. കുട്ടികളുടെ കയ്യിലും വലിയ അഡ്വഞ്ചറസ് ആണ്. ഫുൾ ഹാപ്പി ലൈഫാണ് അവിടെ. അതിനോട് ചോദിച്ചു നോക്കിയേ. ഹിന്ദിയിൽ ടോയ്ലറ്റ്. ഒരു പ്രത്യേക ലൈഫ് തന്നെ കേട്ടോ. കാറ്റ് ഒരു രക്ഷയില്ല. എന്താണ് ഇപ്പൊ പുള്ളി പറഞ്ഞത് ഇവിടുത്തെ താമസം കാര്യങ്ങളൊക്കെ? മെയിൻ എന്ന് പറഞ്ഞാല് കജൂർ, അതായത് ഈത്തപ്പഴത്തിന്റെ കൃഷിയാണ് മെയിൻ ആയിട്ട്. അതിലുള്ള പണിക്കാരാണ് ഇത് മൊത്തം. നമുക്ക് നടന്നിട്ട് കാശിക്ക് വരുന്നുണ്ട്. അപ്പൊ കജൂറിന്റെ കൃഷിയുണ്ട്. നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം. ആ ഡേറ്റ്സ് പ്ലാൻ ഫാംസ് എന്നാ പറയാം. നമുക്ക് മുന്നോട്ട് എടുക്കാം. ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഫുൾ റൂമാണ്. അതേമാതിരി ഫാമിലി ഉണ്ട് അവിടെ. ഫാമിലി ഇല്ല, ഇവര് എപ്പോഴും സിംഗിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. കാരണം ഇവര് ഒന്നുമില്ല, ഇവർക്ക് ഒരു കൊല്ലത്തിൽ ഒരു ലീവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവര് ഇവിടുത്തെ ഒരു അറബിന്റെ കുറെ നമ്മളെ ലോക്കൽ ഉണ്ടാവും. ലോക്കലിന്റെ ഫാമാണ് ഇതില്. ആ ഫാമിൽ ഇവര് ജോലി എടുക്കാണ് കജൂറിന്റെ. അപ്പൊ കജൂറിന്റെ സീസൺ അല്ല, ഏകദേശം ഒരു 3 മാസം 4 മാസം കഴിയും കജൂറിന്റെ സീസൺ ആവാൻ, കൂട്ട് തുടങ്ങാൻ.
ആൾക്കാരൊക്കെ ഏകദേശം 18, 20, 26 വർഷത്തിന് മുകളിലായി ഇവിടെ ജോലിയാണ് സെയിം ഫീൽഡ് തന്നെ. ഒക്കെ പാകിസ്ഥാനികൾ തന്നെ. അധികം പാകിസ്ഥാനി, അവരെ മാമന്മാര്, അവരെ ചാച്ചന്മാര്, അങ്ങനെ നമ്മൾ പറഞ്ഞ മാതിരി അളാപ്പ, മുക്കാപ്പ, അമ്മായിന്റെ മക്കള്, അതേപോലെയാണ് ഇവര് ഇവിടെ ജോലിക്ക് വരുന്നത്. ഒരാൾ വരും, അവരെ കുടുംബക്കാരെ വരും കൊണ്ടുപോകും. ചേട്ടാ ഇവിടെ ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട് എങ്ങനെ പോകണ്ടെന്നുള്ളതൊക്കെ. ഫുള്ള് ഈത്തപ്പഴത്തിന്റെ കൃഷിയാണ് കേട്ടോ മൊത്തം. എന്നോട് ചങ്ങായി വാഷ്റൂം വെച്ചില്ലേ ഓടി എന്ന് പറഞ്ഞ് പിന്നെ കണ്ടിട്ടുണ്ട്. ഓൻ ചോദിച്ചപ്പോ ഓടി എന്ന് പറഞ്ഞ് എന്റെ ബാത്റൂമിൽ ഒരു ആത്മീനെ കണ്ട ആത്മീയ നല്ല ഓട്ടം ഓടുന്നുണ്ട്. ചങ്ങായി നമ്മളെ കൊണ്ടുപോയി കുഞ്ഞോളെ പള്ളി പോയിക്കോറുണ്ട്. ലേഡീസ് ബാത്റൂം വെച്ചിട്ട് വേണ്ട നിന്റെ റൂമുണ്ട് അങ്ങോട്ട് പോയി വർത്താനം പറയുമോ. ഇവിടെ ടാങ്ക് ഉണ്ട്. ഇവിടെ വന്നിട്ട് ഈ വെള്ളങ്ങളൊക്കെ വന്നിട്ട് ചേർന്ന് നല്ല സ്റ്റോറേജാണ്. ഇതൊക്കെ മലമേന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. മലമേന്ന് വരുന്ന വെള്ളമാണ്. അവിടെ എന്താ മീനെന്തൊക്കെ ഉണ്ട്. പിന്നെ വെള്ളം അതിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. മലമേന്ന് വരുന്ന വെള്ളം ഓർപ്പോ വരുന്ന വെള്ളങ്ങൾ ഇതിൽ കൂടെ തന്നെ വിടുകയാണ്. നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈത്തപ്പഴത്തിന്റെ തോട്ടത്തിൽ കൂടെ നടക്കുന്നുണ്ട്. നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോ കാണുന്നല്ലാതെ. എന്താണ് ആശിക? ഞങ്ങൾ ചോദിച്ചു ഓറഞ്ച് വീട് എടുക്കണേ. ആ ഓറഞ്ച് ഉണ്ട് കേട്ടോ അവിടെ. ഓറഞ്ച് ഇതാ വീണ് എടുക്കണ്. ഇതിന് മുകളിൽ എന്ത് ഉണ്ടാ കരിഞ്ഞല്ലോ ഒക്കെ കരിഞ്ഞിക്കണ്. ഈ ടൈം ഉണ്ടാവണ്ടാണ്. അടച്ചോനെ എത്ര നേരം നടന്നിട്ട് ഷിഫ്റ്റിനെ ചോദിക്കണേ എവിടെയാണ് തോട്ടം. അപ്പൊ ഇതാണ് തോട്ടം. ഈ പറയുന്ന സാധനമാണ് തോട്ടം പറയണത്. ആ ഇതല്ലേ ഇതിപ്പോ ഈ നടക്കണൊക്കെ എന്താ പിന്നെ. നല്ല തണവുണ്ടാവും. നമ്മളിപ്പോ ഇവിടുന്ന് എത്ര ഇതിലാണ് ഇറങ്ങി വന്നത് കണ്ടോ. ഫുള്ള് അതിന്റെ മേലിന് കുത്തനെ കുറെ കൊണ്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കാത്ത സേഫ് അല്ല വിചാരിച്ചിട്ട് അപ്പോൾ വീഡിയോ എടുത്തില്ല. ഇത് ആടിൻ്റെ ഫാമാണ് ഇവിടെ ഒക്കെ ഉള്ളത്. അറബിച്ചക്കന്മാരുണ്ട്. അറബിച്ചക്കന്മാർ പിന്നെ റൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എവിടെ വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫാദുഷ പാകിസ്ഥാനിയുടെ നമ്പറൊക്കെ മേടിച്ച് വരുന്നുണ്ട്. നെക്സ്റ്റ് ടൈം ഫാദുഷ ഇങ്ങോട്ട് എന്തായാലും വരും. എന്താ ആ ഇവിടുത്തെ 4 മാസം കഴിയുന്ന പറയുന്നത് കേട്ടോ ഈത്തപ്പഴമാണ്. അപ്പോൾ പിന്നെ എനിക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. പിന്നെ മുടി വേറെ ലെവലിലേക്ക് അയക്കണേ. നമ്മളെ ടോമറ്റ് വേറെ വഴിക്ക് പോകാം. ഇവിടെ ആശിക്കോടെ തണുത്ത് നിൽക്കുന്നുണ്ട്. നല്ല ഹാപ്പിയിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ തണവുന്നൊരു വിഷയം. അങ്ങനെ ബൂട്ട് പോയി കോലം ബൂട്ടിട്ടിട്ട് ഇറക്കുന്നുണ്ടാ. ഇവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ച് നോക്കുമ്പോൾ ഈ വെള്ളച്ചാട്ടം നാച്ചുറലായിട്ട് തോന്നുന്നുട്ടാ. കാരണം അത്രയും തണവാണ് ഇവിടെ.